വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരം ബുദ്ധനാണ് എന്ന് പറയുന്നു. ചിലര് കൽക്കിയാണ് എന്ന് പറയുന്നു. ഓരോ അർത്ഥത്തിൽ എടുത്താൽ രണ്ടും ശരിയാണ്. ബുദ്ധനാന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കൽക്കി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ. പരമാണുവിൽ നിന്നുണ്ടായിട്ടുള്ള ആ പുരോഗതി, മത്സ്യം, കൂർമ്മം, വരാഹം, അങ്ങനെ ആ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആണിത് പറയുന്നത്. അതില് രണ്ടിലേതാ കൂടുതൽ ശരിയെന്ന് പോലും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം രണ്ടിനും അതിൻ്റെയുള്ള ന്യായീകരണം ഉണ്ട്. ബുദ്ധനും ന്യായീകരണമുണ്ട്, കൽക്കിക്ക് ന്യായീകരണമുണ്ട്. രണ്ടും വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ബുദ്ധൻ വലിയൊരു ശരി അതിൽ ഉണ്ട്. ജീവിതത്തിൽ നമ്മളൊക്കെ ബുദ്ധനല്ല, ബന്ധനാണ്. ബദ്ധൻ. ബുദ്ധനും ബദ്ധനും വ്യത്യാസമുണ്ട്. ഒന്നുമായിട്ട് അറ്റാച്ച്മെന്റ് കൂടി ഇരിക്കുന്നതാണ് ബന്ധം, ബന്ധനം എന്ന അവസ്ഥ. ബുദ്ധനാകട്ടെ അറ്റാച്ച്മെന്റ് ഇല്ല. നമ്മൾ രാവിലെ പലപ്പോഴും അലട്ടുന്ന ദുഃഖങ്ങൾ നമുക്ക് ഉണ്ടാവാറില്ലേ? എല്ലാവർക്കും അലട്ടുന്ന പ്രശ്നം ഉണ്ടാവാറില്ലല്ലോ. അതിന്റെ ന്യായം എന്താ പറയാ? അത് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അറ്റാച്ച്മെന്റ് ഉണ്ടായി പോവില്ലേ? ഇനി വയസ്സുകാരായി അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പേരക്കുട്ടിയുടെ കാര്യമൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും പേരക്കുട്ടി ഇവിടെ ജീവിക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ബദ്ധൻ അല്ലേ? അതെങ്ങനെ പറയാൻ പറ്റും? നമ്മുടെ അകത്ത് ഒരു ബുദ്ധനുണ്ട്. ഇതിലൊന്നും സത്യമില്ല, എല്ലാവർക്കും അറിയാം. ഇത് മുഴുവൻ മായയാണ്, ഇതിലൊന്നിലും അർത്ഥമില്ല. ഇല്ല എന്നുള്ളതും ഇല്ല എന്നുള്ളതാണ് ബുദ്ധൻ. ഇല്ല എന്നുള്ളത് പോലും ഇല്ല. പക്ഷെ നമ്മളിങ്ങനെ മൂഡൌട്ടായിരിക്കണം. എന്താ? മക്കളുള്ളവര് മൂഡൌട്ടായിരിക്കുന്നത് കാണാം. എന്താ വെച്ചാൽ മക്കളുടെ കാര്യം ആലോചിച്ച. മക്കളില്ലാത്തവര് മൂഡൌട്ടാവുന്നതോ? മക്കളില്ലാത്തവര് അവര് മനസ്സുകൊണ്ട് മക്കളായി കരുതുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ? ബദ്ധന്മാരല്ലേ അവര്? ഓക്കെ, എന്നാലും കഷ്ടായി പോയല്ലോ. അറ്റാച്ച്മെന്റ് അവർക്കും ഉണ്ടാവില്ലേ? ഇത് രണ്ടും കൂടി പൊരുത്തപ്പെട്ടു പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ജീവിതത്തിന്റെ ദുഃഖം അതാണ്. വേറൊരാൾക്ക് വേണമെങ്കിൽ പറയാം നമ്മളെ കുറിച്ചൊക്കെ, നിങ്ങൾക്കിനിപ്പോ ഒന്നും ആലോചിക്കാമല്ലോ. ശരിയാണ്. പക്ഷെ ആലോചിക്കാനില്ലെങ്കിലും ആലോചിച്ചു പോവില്ലേ? മക്കള് കല്യാണം കഴിഞ്ഞില്ലേ? കല്യാണം കഴിഞ്ഞു, പിന്നെ എവിടെ? ഓരോ സ്ഥലത്ത് സെറ്റിൽ ചെയ്തു. ഇനി എന്താ നിങ്ങൾക്ക് ആലോചിക്കാനുള്ളത്? വേറൊരാൾക്ക് വളരെ എളുപ്പല്ലേ? പക്ഷെ അങ്ങനെയല്ലല്ലോ. പേരക്കുട്ടി രാവിലെ പറഞ്ഞു, അമ്മൂമ്മേ ഞാൻ പോവുകയാണ് ഈജിപ്തിലേക്ക്, ഒരു ട്രെയിനിങ്ങിനോ കാര്യത്തിനോ പോവുകയാണ്, സ്ഥലം കാണാൻ പോവുക. ആ കുട്ടി മടങ്ങി വരുന്നവരത് മനസ്സിലുണ്ടാവില്ലേ? ഞാൻ മടങ്ങി വരണ്ടേ? കുറെ അകലേക്കല്ലേ പോയിരിക്കണത്. ബദ്ധനാണ് നമ്മള്, അതേമത്ത് ബുദ്ധനുമാണ്. ചില വലിയ വീഴ്ചകളും പ്രശ്നങ്ങളും വരുമ്പോ നമുക്ക് ബുദ്ധനാവേണ്ടി വരും. അല്ലെങ്കിൽ ഇതൊക്കെ സത്യാന്ന വിചാരം. ഡ്രൈവർ വണ്ടി ഓടിച്ച് ചായപ്പടിയിലേക്ക് കയറുമ്പോ
മൊബൈൽ അടിച്ചപ്പോൾ മകള് മരിച്ച വിവരാ കിട്ടുന്നു. ഇത് ഞാൻ കേട്ടുകൊണ്ട് ഒപ്പുണ്ട്. പരിചയക്കാരനാണ്, നാട്ടുകാരനാണ്. അവിടെ ഇരുന്നിട്ട് അയാള് ഒരു ചായയും 2 വടയും കൊണ്ടാ ഇയാൾ ഓർഡർ ചെയ്യാണ്. അത് ചങ്കിന്ന് ഇറങ്ങുന്നില്ല, തിന്നാൻ പറ്റുന്നില്ല, വല്ലാതെ ചവച്ചരക്കാണ്, വിശക്കണമുണ്ട്. ഇങ്ങനത്തെ അവസരം നമുക്കില്ലേ? വിശപ്പുണ്ട്, കഴിക്കാനും വയ്യ. ബുദ്ധനാണ് മനസ്സിന്റെ ഒരു ഭാഗം. ഒരു ഭാഗത്തെ ബുദ്ധൻ പറയണു, അല്ലെങ്കിൽ ഈ മകള് എന്നുള്ളതൊക്കെ ശാശ്വത സത്യമാണ്. നമ്മൾ കാണും കേൾക്കും ചെയ്യുന്നതൊക്കെ എന്നുള്ളതാ. എന്നും ഈ മകൾ ഉണ്ടാവുമോ? നിങ്ങൾ പോയാൽ ഈ മകൾ ഇവിടെ ബാക്കി ചിലപ്പോൾ ഉണ്ടാവില്ലേ? അതൊക്കെ ബുദ്ധന്റെ അവസ്ഥ. പക്ഷെ ബദ്ധൻ കണക്ക തെറ്റ് ചെയ്ത മകനെ വെടിവെച്ച് കൊന്നോളാൻ വേണ്ടി അമ്മ പറഞ്ഞു. അത്രയും വലിയ നീതൻ എന്റെ മകനായാല് എനിക്ക് വിഷമുണ്ട്, നിങ്ങൾ വെടിവെച്ച് കൊല്ലാം. വെടിവെച്ച് കൊന്നു കഴിഞ്ഞാലോ അമ്മ കരയില്ലേ? അപ്പോഴത്തെ വികാരം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തില്ലേ? ഇതിങ്ങനെ ചിന്തിക്കുമ്പോ നമ്മൾ ബുദ്ധനാണോ ബദ്ധനാണോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഈ തേനീച്ചക്കൂട് കാണുന്നത് വലിയ ഇഷ്ടമാണ്. വലിയ തേനീച്ചക്കൂടുകളുണ്ട്, എത്രയോ വലിപ്പമുള്ള തേനീച്ചക്കൂടുകളുണ്ട്. ഒരു തവണ യൂട്യൂബിൽ ഏതൊരു തേനീച്ചക്കൂട് ഞാൻ കുറച്ചു നേരം നോക്കിയിരുന്നപ്പോൾ പിന്നെ അതിലിങ്ങനെ ഇഷ്ടം പോലെ ലോകത്തെ സകല തേനീച്ചക്കൂടുകളും കാണാൻ വേണ്ടി എനിക്ക് അയച്ചു തരുന്നുണ്ട്. എത്രായിരം തേനീച്ചകളാണ് ഇതിൽ. ഒരുമിച്ച് കറുപ്പ് നിറത്തിലുള്ള ഒരു സാധനമായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. അതിനെപ്പറ്റി അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ തേനീച്ചക്കൂട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ പിടിക്കില്ലേ? തേനീച്ചക്കൂടോ കടന്നൽ കൂടോ പിടിക്കുമ്പോൾ അത് ഒന്നാണ്. പക്ഷെ ഒന്നാണോ? ആ തേനീച്ചക്കൂട്ടിലേക്ക് വേണ്ടുന്ന തേൻ ശേഖരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം. അവരൊക്കെ ബദ്ധന്മാരാണ്. പക്ഷേ അവരിൽ ബുദ്ധൻ എന്ന അവസ്ഥയില്ലേ? 10,000 തേനീച്ചകൾ ഉണ്ടെങ്കിൽ 10,000 ശരീരമില്ലേ? 10,000 മനസ്സ് അവർക്കില്ലേ തേനീച്ചകൾക്ക്? പുറമേന്ന് കാണുമ്പോ എന്താ കണ്ടേ? ഒരൊറ്റ തേനീച്ചക്കൂടാ. ആ 10,000 തേനീച്ചകളുടെ ഓരോന്നിന്റെ മനസ്സിലും ഓരോരോ വികാരങ്ങളില്ലേ? ഞാൻ കഷ്ടപ്പെട്ടിട്ട് 20 കിലോമീറ്റർ അകലെ നിന്ന് തേൻ ശേഖരിച്ച് കൊണ്ടുവന്നു. ഇപ്പുറത്ത് ഈ ശങ്കുണ്ണി എന്നുള്ള ഈച്ച വെറുതെ കറങ്ങി കിടന്നു, ഓൻ തേനൊന്നും കൊടുന്നില്ല, എന്നിട്ട് എന്റെ അപ്പുറത്ത് വന്നിരിക്കുകയാണ്. പറയണ്ടാവില്ലേ? രണ്ടവസ്ഥയും കൂടി ചേർന്നതാണ് ജീവിതം. ഈ രണ്ടവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം ഇല്ല. തേനീച്ചയ്ക്ക് തേനീച്ചയായിട്ട് ജീവിക്കുക എന്നല്ലാതെ വേറെ മാർഗമുണ്ടോ? ഇത്രയും കാലം തേനീച്ചയായി, ഞാൻ ഇനി മുതൽക്ക് എലിയായിട്ട് ജീവിച്ചളയാം. പറ്റുമോ? എലി വേറെ രീതിയിൽ ബന്ധനസ്ഥാനം. എലിക്ക് പൂച്ചയായിട്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റില്ല. ഏതായാലും ഈ ജന്മം ഞാൻ തേനീച്ചയായി. ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുക. ഈ രണ്ടവസ്ഥയെയും പൊരുത്തപ്പെടുത്തുന്ന കാര്യത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താനാണ് ഇത്രയേറെ ഗ്രന്ഥങ്ങൾ. ഓരോ സ്ഥലത്ത് പോയാൽ, ലൈബ്രറി പോയാൽ എത്രായിരം ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിലൊക്കെ എന്താ പറഞ്ഞത്? നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരർത്ഥത്തിൽ പറഞ്ഞു തന്നെയല്ലേ പറയണത്.
ധന്യമേ ജീവിതത്തെ കുറിച്ചല്ലേ പറഞ്ഞത്. ജീവിതം അവസാനിച്ചതൊന്നും വേണ്ട. പിന്നെ ബുദ്ധനും ഇല്ല, ബദ്ധനും ഇല്ല. ശ്വാസമുണ്ടോ, ജീവിതമുണ്ടോ, ദുഷ്കരമായി അവിടെ ഒരു ബദ്ധൻ ഉണ്ടാകും. ഓരോന്നുമായിട്ട് ബന്ധനം ചെയ്തവൻ. ബുദ്ധന്റെ അവസ്ഥ എന്നുള്ളത് ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. 10ാമത്തെ അവതാരത്തില് ഒന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട ഒരു വരിയാണ്, ഒന്നുമില്ല, ഇല്ല എന്നുള്ളതും ഇല്ല. വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മളിതൊക്കെ ചിന്തിക്കുമ്പോൾ എന്താവുകൊണ്ട് കാര്യം? കുറെ ഭേദം കിട്ടും. ഒരു തത്വചിന്ത നമുക്കുണ്ടാക്കുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറെ ഭേദം ഉണ്ടാകും. അതന്നെ വലിയ കാര്യമല്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.